ആയിട്ടില്ല. 233 വോട്ട് കൂടി. ആ പറഞ്ഞതിൽ നിന്ന് 233 ഉണ്ട്. അത് 1733 നിൽക്കുകയാണ്. ഇനി 4 റൗണ്ട് എത്തുമ്പോഴേക്കും ഇത് 2000 കടന്നാൽ അത് നെക്ക് ടു നെക്ക് ഫൈറ്റ് ആവും. BJPയുടെ വോട്ട് 357 ആയിട്ടൊക്കെ ലീഡ് വോട്ട് കുറഞ്ഞിരിക്കുന്നു. തേർഡ് റൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം 4000-ഓളം വോട്ടുകൾ അൻവർ നേടി എന്നുള്ള അതിനിർണായകമായ ഒരു ഫാക്ടറാണ് ഈ വഴിക്കടവിൽ നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യ 3 റൗണ്ടുകളിൽ 4000-ഓളം വോട്ടുകൾ നേടുക എന്ന് പറഞ്ഞാൽ 15,000-ഓ 20,000 വോട്ടുകളിലേക്ക് അൻവർ എത്തിയാൽ അത് ആരെ ബാധിക്കും, ആരുടെ വോട്ടുകൾ അൻവർ പിടിച്ചെടുക്കുമെന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്ര ശുഭകരമല്ല UDF ക്യാമ്പിലെ കാര്യങ്ങൾ. UDF ഇപ്പോൾ KPC ആസ്ഥാനമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെറിയാൻ ഫിലിപ്പ് ഉണ്ട്, UDFന്റെ കൺവീനർ അടൂർ പ്രകാശ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട KPC നേതാക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത്ര സുഖകരമല്ല തുടക്കത്തിലുള്ള കാര്യങ്ങൾ. 1733 വോട്ടിന് മുന്നിലാണ് എങ്കിൽ പോലും ഒരു 3000 വോട്ടൊക്കെ വഴിക്കടവിൽ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു. ഒരു 10,000-15,000 ഭൂരിപക്ഷം ലഭ്യമാകുന്നെങ്കിൽ ഇപ്പോൾ എന്തായാലും ഒരു കാര്യം മനസ്സിലാകുന്നത് അപർണ, നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. ആര് ജയിച്ചാലും ഒരു ചെറിയ ഭൂരിപക്ഷം എന്ന് വേണം തൽക്കാലം കരുതാൻ. ഇതിപ്പോൾ അൻവർ ആയാലും ആര്യാടൻ ഷൗക്കത്ത് ആയാലും സ്വരാജ് ആയാലും ജയിച്ചാൽ വലിയൊരു ഭൂരിപക്ഷത്തിലെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇനിയിപ്പോ മൂത്തേടം വരാനിരിക്കുന്നു. മൂത്തേടത്തെ 10 ബൂത്താണ് ഈ ഇപ്പോൾ എണ്ണുന്ന ഈ 4 റൗണ്ടിലുള്ളത്. വഴിക്കടവിന്റെ 4 ഉണ്ട്, പിന്നെ മൂത്തേടമുണ്ട്. അപ്പൊ മൂത്തേടത്തിൽ ഒരു പക്ഷേ വഴിക്കടവിനേക്കാൾ കുറച്ചുകൂടെ പ്രതീക്ഷിക്കാം. ലീഗും കൂടി ഉള്ളത് കൊണ്ട് UDFന്റെ ഇത്. പക്ഷെ അത് തന്നെ വിഷയം. ഈ ലീഗ്, ഈ ജമാഅത്തെ ഇസ്ലാമി വിവാദത്തിൽ ലീഗിന്റെ അണികൾക്കുണ്ടായിട്ടുള്ള ആ ഒരു അസംതൃപ്തി അൻവർ വിഷയത്തിലുള്ളത്. അൻവർ പിടിക്കാൻ പോകുന്ന മുസ്ലിം വോട്ടുകൾ മൂത്തേടം. ഈ ഒരു സിറ്റുവേഷൻ കൂടി മൂത്തേടം തന്നെ 5ാമത്തെ റൗണ്ടിലും മൂത്തേടമുണ്ട്. റൗണ്ട് 6 തൊട്ട് ചിത്രം വീണ്ടും മാറും. എടക്കര വരുന്നു. റൗണ്ട് 6 തൊട്ട് ചിത്രം മാറും. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും 1733 വോട്ടുകൾക്ക് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മുന്നിലാണ്. ക്രമാനുഗതമായി ആര്യാടൻ ഷൗക്കത്ത് ഭൂരിപക്ഷം ഉയർത്തുന്നുണ്ട്. ഇടയ്ക്ക് 2300 കടന്നെങ്കിലും അവിടെ താഴെ വരുന്നു. 4ാം റൗണ്ട് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. ആദ്യ 3 റൗണ്ടിലെ ചിത്രമാണ്. അതായത് 3 റൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 14 അങ്ങനെ 1836 വോട്ടുകളായി ഷൗക്കത്തിന്റെ ലീഡ് നില ഉയർന്നിട്ടുണ്ട് എന്നതാണ് ചിത്രം. 1836 വോട്ടുകൾ 1836 വോട്ടുകൾ. അങ്ങനെയെങ്കിൽ ഇത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതല്ല, 4ാം റൗണ്ടിന്റെ പൂർണ്ണമായ ചിത്രമല്ല, മറിച്ച് 4ാം റൗണ്ടിന്റെ മധ്യത്തിലെത്തുമ്പോൾ ഉള്ള ഒരു ഫിഗറാണ് പുറത്തു വരുന്നത്. ഈ കണക്കിലാണ് 1836 എന്ന കണക്കിലേക്ക് വീണ്ടും ഇത് നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. 2000 കടന്നിരുന്നെങ്കിൽ 3000-ഓളമെങ്കിലും ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ UDFന് കുറച്ചും കൂടെ ഉറപ്പിക്കാമായിരുന്നു. ഇതിപ്പോ അതല്ല. 1500 എന്ന് LDF പറഞ്ഞിരുന്നു. അവിടെയാണെങ്കിൽ LDFന് ഉറപ്പിക്കാമായിരുന്നു. ഇത് രണ്ടുമല്ല. 2000 ആണെങ്കിൽ LDFനും UDFനും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് പോകും. നിലമ്പൂരിൽ മത്സരമൊന്നുമില്ല എന്നൊക്കെയാണ് പല നേതാക്കന്മാരും പറഞ്ഞത്. അവരുടെ ഒരു പ്രതീക്ഷയ്ക്കായിരുന്നു. മത്സരമുണ്ട്, നല്ല മത്സരമുണ്ട്. അൻവറടക്കം കടുത്ത മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. 1836 വോട്ടുകളുടെ ഭൂരിപക്ഷം ഈ 3ാം റൗണ്ട് അവസാനിച്ച് 42 ബൂത്തുകൾ പൂർണ്ണമായും എണ്ണി. അതിനുശേഷം 4 ബൂത്തുകൾ ഇപ്പോൾ വഴിക്കടവിലെ 4 ബൂത്തുകളാണ് 4ാം റൗണ്ടിലുള്ളത്. അതിലേക്ക് കടക്കുമ്പോൾ 2265 ഷൗക്കത്ത് ഉയർത്തുന്നു. 2265 ഷൗക്കത്തിന്റെ ലീഡ് നില ഉയരുന്നു. അങ്ങനെയാണെങ്കിൽ 4ാം റൗണ്ട് തീരുമ്പോൾ ഞാൻ ഇപ്പോഴും ഉറ്റുനോക്കുന്നു. 2500 വോട്ട് ലീഡെങ്കിലും ഷൗക്കത്ത് പിടിക്കുകയാണെങ്കിൽ അത് UDFന്റെ ഏകദേശ കണക്കിൽ വരും. ഒരു പക്ഷേ UDF വിചാരിച്ച വലിയ ഭൂരിപക്ഷം